പ്രതിപക്ഷം പ്രധാനമായും ഈ രാജ്യത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇന്നലെ നടപ്പിലാക്കിയ വഖഫ് ബില്ല് പാസ്സായാൽ ഉടനെ തന്നെ BJP സർക്കാർ ചർച്ച് ബില്ലായിരിക്കും പിന്നീട് ഇവിടെ കൊണ്ടുവരിക എന്നാണ് എല്ലാ പ്രതിപക്ഷ അംഗങ്ങളും പറഞ്ഞത്. അത് ശരിയായി വരികയാണ്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞത് പ്രകാരം ക്രൈസ്തവ സഭകൾ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. അതും RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ പുറത്തുവിട്ട ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രൈസ്തവരുടെ വീട്ടിൽ പോകുന്നു, ക്രൈസ്തവരുടെ ദേവാലയത്തിൽ പോകുന്നു, കിരീടം വെക്കുന്നു, ക്രൈസ്തവരെ ആലിംഗനം ചെയ്യുന്നു, മുസ്ലിങ്ങളെ താഴ്ത്തിക്കെട്ടുമ്പോഴും ക്രൈസ്തവരാണ് ഇവിടെ പ്രധാനമായും ഉള്ളത് എന്നൊക്കെയുള്ള വീമ്പിളക്കുന്നു. പല നേതാക്കന്മാരെയും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും തെരഞ്ഞെടുക്കുന്നു, മന്ത്രിയാക്കുന്നു. അങ്ങനെയുള്ള എല്ലാ സഹായങ്ങളും BJP നൽകുമ്പോൾ തന്നെ മറ്റൊരു കെണിയൊരുക്കി വെച്ചിട്ടാണ് ക്രൈസ്തവ സഭകളെ ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ക്രൈസ്തവ സഭകൾക്ക് എത്രയോ എണ്ണിയാൽ തീരാത്ത അത്രയ്ക്കും സ്ഥലമുണ്ട്, അവരുടെ പേരിൽ സ്ഥലമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പുറത്തു വന്നതിനെ തുടർന്ന് ഇപ്പോൾ അതൊക്കെ വഖഫ് ബോർഡ് അല്ലെങ്കിൽ വഖഫ് ബില്ല് എന്തിനു വേണ്ടി ഉണ്ടാക്കിയോ അതേ തരത്തിൽ ചർച്ച് ബില്ലും ഉണ്ടാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് RSSന്റെ മുഖപത്രം നൽകുന്നത്. അത് ഇന്ന് വ്യക്തമായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടുനോക്കാം. ഞങ്ങൾ അന്നേ പറഞ്ഞു വഖഫ് ബില്ല് പാസ്സായാൽ അതിന്റെ പുറകെ ചർച്ച് ബില്ല് വരും. നിങ്ങൾ എല്ലാം അറിയണം, RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ വെബ് പോർട്ടലിൽ ഇന്നലെ ഒരു വാർത്ത വന്നിട്ടുണ്ട്, ഒരു ലേഖനമാണ്. കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധിക്കണം, നരേന്ദ്രമോദി സർക്കാർ ശ്രദ്ധിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് RSSന്റെ മുഖപത്രത്തിന്റെ വെബ് പോർട്ടലിൽ ലേഖനം. ആ ലേഖനത്തിൽ പറയുന്നത് ഇന്ത്യയിൽ ഈ രാജ്യത്ത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൂ ഉടമ, സർക്കാർ ഇതര ഭൂ ഉടമ കാത്തലിക് ചർച്ചാണെന്നാണ് പറഞ്ഞത്. കാത്തലിക് ചർച്ചാണെന്നാണ്. 7 കോടി ഹെക്ടർ സ്ഥലത്തിന്റെ ഉടമയാണ് ഇന്ത്യയിലെ കാത്തലിക് ചർച്ച്. എല്ലാവരും കൂടി 7 കോടി ഹെക്ടർ, അതായത് 17.29 ഏക്കർ, കോടി ഏക്കർ. വെറും 17.29 ഏക്കർ അല്ല, 17.29 കോടി ഏക്കർ സ്ഥലത്തിന്റെ ഉടമകളാണ് കാത്തലിക് ചർച്ച്. അതുകൊണ്ട് അത് അനധികൃതമായി ബ്രിട്ടീഷുകാരുള്ള കാലത്ത് ലീസ് മേടിച്ച് കൈവശം ക്രൈസ്തവർ വച്ചിരിക്കുന്ന ഭൂമിയാണ്. ആ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കണം എന്ന് RSS പറഞ്ഞിരിക്കുക. RSSന്റെ മുഖപത്രത്തിൽ RSSന്റെ അല്ലാതെ അഭിപ്രായം വരുമോ? RSS എന്നാ പറഞ്ഞിരിക്കുന്നത്? ഏപ്രിൽ 3-ാം തീയതി ലോകസഭയിൽ വഖഫ് ബില്ല് പാസാക്കിയ അതേ ദിവസം വഖഫ് ബില്ല് പാസ്സാകും. അത് കഴിഞ്ഞാൽ ഇത് തിരിച്ചുപിടിക്കാൻ ഇന്ത്യയിലെ ക്രൈസ്തവരുടെ കയ്യിലിരിക്കുന്ന 17.29 കോടി ഏക്കർ തിരിച്ചുപിടിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവര് ഈ ക്രൈസ്തവ ദേവാലയങ്ങളിൽ രത്നകിരീടമായി പോകുന്നതിന്റെയും ഈസ്റ്റർ ദിവസം കേക്കുമായി ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുന്നതിന്റെയും രഹസ്യം മനസ്സിലായല്ലോ.